ഡിയർ ചിൽഡ്രൻ, അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ചാപ്റ്റർ 11 അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ഡിസ്കസ് ചെയ്യാം. ഈ ചാപ്റ്ററിന്റെ യൂണിറ്റ് വെയിറ്റിംഗ് സ്കോർ എന്ന് പറയുന്നത് 3 ആണ്. ഇനി എന്താണ് ഇതിന്റെ അർത്ഥം? അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ്. ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് പറഞ്ഞാൽ എന്താ? അപൂർണമായ രേഖകൾ. അപൂർണമായ രേഖകളിൽ നിന്ന് കണക്കുകൾ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ പാഠഭാഗത്ത് ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ അക്കൗണ്ടുകൾ തയ്യാറാക്കി സൂക്ഷിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എല്ലാ സ്ഥാപനങ്ങളും ഇപ്രകാരം ശാസ്ത്രീയമായി കണക്കുകൾ സൂക്ഷിക്കണമെന്നില്ല. ചില ചെറുകിട സ്ഥാപനങ്ങൾ സൂക്ഷിക്കുന്ന അക്കൗണ്ടിംഗ് രേഖകൾ അപൂർണമായിരിക്കും. എന്നിരുന്നാലും വർഷാവസാനം അവരുടെ പ്രോഫിറ്റും ലോസും കണ്ടുപിടിക്കുകയും ഫിനാൻഷ്യൽ പൊസിഷൻ നിർണ്ണയിക്കുകയും ചെയ്യേണ്ടതുണ്ട്. പൂർണ്ണമായോ ഭാഗികമായോ ഡബിൾ എൻട്രി സിസ്റ്റം പിന്തുടരാതെ കണക്കുകൾ സൂക്ഷിക്കുന്ന സ്ഥാപനങ്ങളുടെ ലാഭനഷ്ടവും സാമ്പത്തിക സ്ഥിതിയും എങ്ങനെ കണക്കാക്കാം എന്നതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനായി ആദ്യം നമുക്ക് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എന്താണെന്ന് നോക്കാം. മീനിങ് ഓഫ് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ്. അപൂർണ രേഖകൾ എന്നാണ് അതിന്റെ മലയാളം. പൂർണ്ണമായും ഡബിൾ എൻട്രി സിസ്റ്റം പിന്തുടരാത്ത അക്കൗണ്ടിംഗ് രേഖകളാണ് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എന്ന് പറയുന്നത്. പല എഴുത്തുകാരും ഇതിനെ സിംഗിൾ എൻട്രി സിസ്റ്റം അല്ലെങ്കിൽ ഒറ്റ പതിക്കൽ രീതി എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. എന്നാൽ ഇത് ഉചിതമായ ഒരു പദപ്രയോഗമല്ല. കാരണം അക്കൗണ്ടിംഗ് രേഖകൾ തയ്യാറാക്കുന്നതിന് സിംഗിൾ എൻട്രി സിസ്റ്റം എന്നൊരു അക്കൗണ്ടിംഗ് സമ്പ്രദായം നിലവിലില്ല. ഇത് ഡബിൾ എൻട്രി സിസ്റ്റത്തിന്റെ കുറുക്കുവഴിയോ പകരമായി ഉപയോഗിക്കാവുന്ന ഒരു സമ്പ്രദായമോ അല്ല. ചില ഇടപാടുകൾ പൂർണ്ണമായും രേഖപ്പെടുത്തുകയും മറ്റു ചിലത് പൂർണ്ണമായോ ഭാഗികമായോ ഒഴിവാക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഇതൊരു അക്കൗണ്ടിംഗ് സമ്പ്രദായമല്ലെന്ന് പറയാനുള്ള മുഖ്യ കാരണം. പണപരമായ ഇടപാടുകളും പണം തരാനുള്ളവരുടെയും അതായത് ഡെറ്റേഴ്സിന്റെയും പണം കൊടുക്കാനുള്ളവരുടെയും അതായത് ക്രെഡിറ്റേഴ്സിന്റെയും വ്യക്തിഗത കണക്കുകളാണ് ഇത്തരം സ്ഥാപനങ്ങൾ സാധാരണയായി പൂർണ്ണമായി സൂക്ഷിക്കാറുള്ളത്. എന്നാൽ അസറ്റ്സ്, ലയബിലിറ്റീസ്, എക്സ്പെൻസസ്, ഇൻകം തുടങ്ങിയ വിവരങ്ങൾ ഭാഗികമായിട്ടായിരിക്കും ഇവർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ രീതി ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് അല്ലെങ്കിൽ അപൂർണ രേഖകൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റില് ഈ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിന്റെ മീനിങ് എന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് വിച്ച് ആർ നോട്ട് സ്ട്രിക്ട്ലി കെപ്റ്റ് അക്കോർഡിംഗ് ടു ഡബിൾ എൻട്രി സിസ്റ്റം ആർ നോൺ ആസ് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ്. പൂർണ്ണമായും ഡബിൾ എൻട്രി സിസ്റ്റം പിന്തുടരാത്ത അക്കൗണ്ടിംഗ് രേഖകളെയാണ് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ? ഇനി നമുക്ക് ഈ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പലചരക്ക് വ്യാപാരികൾ, ചില്ലറ കച്ചവടക്കാർ മുതലായ ചെറുകിട സ്ഥാപനങ്ങൾ ഭാഗികമായി മാത്രമേ അക്കൗണ്ടിംഗ് രേഖകൾ സൂക്ഷിക്കാറുള്ളൂ. ഇത്തരത്തിൽ പൂർണ്ണമായ അക്കൗണ്ടിംഗ് രേഖകൾ ഇല്ലാത്ത സ്ഥാപനങ്ങളിൽ അക്കൗണ്ടുകൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന അശാസ്ത്രീയ രീതിയാണ് ഈ സിംഗിൾ എൻട്രി സിസ്റ്റം. ഇപ്പൊ ഈ സമ്പ്രദായത്തിന്റെ ഫീച്ചേഴ്സ് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് ഓരോന്നും നമുക്കൊന്ന് നോക്കാം. ചെറിയ മാർക്കിനൊക്കെ ചോദിച്ചെന്നാൽ എഴുതണമല്ലോ. ഫസ്റ്റ്, ഇറ്റ് ഈസ് ആൻ അൺസിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ. ഇതെന്ന് പറയുന്നത് ഒരു ശാസ്ത്രീയ കണക്കെഴുത്ത് സമ്പ്രദായമല്ല, അൺസിസ്റ്റമാറ്റിക് മെത്തേഡാണ്. കീവേഡ്സ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. അൺസിസ്റ്റമാറ്റിക് മെത്തേഡാണ്. നെക്സ്റ്റ്, generally records for cash transactions and personal accounts are properly maintained and there is no information regarding revenue and expenses, assets and liabilities. അപ്പോൾ സാധാരണയായി പണമിടപാടുകളും അതായത് ക്യാഷ് ട്രാൻസാക്ഷൻസും അതുപോലെ പേഴ്സണൽ അക്കൗണ്ടുകൾ വ്യക്തിഗത അക്കൗണ്ടുകളുമാണ് ഇവര് പൂർണ്ണമായും സൂക്ഷിക്കാറുള്ളത്.
എന്നാൽ അസറ്റ്സ്, ലയബിലിറ്റീസ്, എക്സ്പെൻസസ്, ഇൻകം ഇവയുടെ വിവരങ്ങൾ പലപ്പോഴും ഈ രീതിയിൽ അപൂർണമായിരിക്കും. അതാണ് മറ്റൊരു പ്രത്യേകത. അണ്ടർലൈൻ ചെയ്യുക. റെക്കോർഡ്സ് ഫോർ ക്യാഷ് ട്രാൻസാക്ഷൻസ് ആൻഡ് പേഴ്സണൽ അക്കൗണ്ട്സ് ആർ പ്രോപ്പർലി മെയിൻറ്റെയിൻഡ്. അവയെല്ലാം എന്ത് ചെയ്യും? പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. എന്നാൽ റവന്യൂസ്, എക്സ്പെൻസസ്, അസറ്റ്സ്, ലയബിലിറ്റീസ് ഇവയെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് എങ്ങനെയായിരിക്കും? അപൂർണവുമായിരിക്കും. അത് മറ്റൊരു ഫീച്ചർ. സി, പേഴ്സണൽ ട്രാൻസാക്ഷൻസ് ഓഫ് ഓണേഴ്സ് മേ ഓൾസോ ബി റെക്കോർഡഡ് ഇൻ ദി ക്യാഷ് ബുക്ക്. ഉടമയുടെ വ്യക്തിപരമായ ഇടപാടുകളും ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്താറുണ്ട്. ഈ സിസ്റ്റത്തിൽ ഓണറുടെ പേഴ്സണൽ ട്രാൻസാക്ഷൻസും എന്ത് ചെയ്യാറുണ്ട്? റെക്കോർഡ് ചെയ്യാറുണ്ട്. പേഴ്സണൽ ട്രാൻസാക്ഷൻസ് മേ ഓൾസോ ബി റെക്കോർഡ്. ഡി, ഡിഫറെന്റ് ഓർഗനൈസേഷൻസ് മെയിൻറ്റെയിൻ റെക്കോർഡ്സ് അക്കോർഡിംഗ് ടു ദെയർ കൺവീനിയൻസ് ആൻഡ് നീഡ്സ് ആൻഡ് ദെയർ അക്കൗണ്ട്സ് ആർ നോട്ട് കമ്പയറബിൾ ഡ്യൂ ടു ലാക്ക് ഓഫ് യൂണിഫോമിറ്റി. പിന്നെ ഓരോ സ്ഥാപനവും അവരുടെ സൗകര്യത്തിനും ആവശ്യത്തിനും അനുസരിച്ചാണ് ഇടപാടുകൾ രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് കണക്കുകൾക്ക് സമാനത ഉണ്ടാകാറില്ല. അതായത് ഒരേ നേച്ചറുള്ള ബിസിനസ് ചെയ്യുന്ന സ്ഥാപനങ്ങളാണെങ്കിലും ഓരോരുത്തരും അവരവരുടെ സൗകര്യപ്രദമാണ് കണക്കുകൾ രേഖപ്പെടുത്തുന്നത്. അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും? ഇവരുടെ ഒന്നും കണക്കുകൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവയ്ക്കൊരു യൂണിഫോമിറ്റി ഇല്ലല്ലോ. അതാണ് നോട്ട് കമ്പയറബിിൾ ഡ്യൂ ടു ലാക്ക് ഓഫ് യൂണിഫോമിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇത്തരം സ്ഥാപനങ്ങളുടെ കണക്കുകൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. കാരണം അവർ കണക്കുകൾ തയ്യാറാക്കുന്നത് ഓരോരുത്തരും അവരവരുടെ സൗകര്യം അനുസരിച്ചിട്ടാണ്, അല്ലാതെ ഒരു യൂണിഫോം മെത്തേഡിലല്ല. അതുകൊണ്ട് നെക്സ്റ്റ്, ടു അസർട്ടൈൻ പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ഒബ്റ്റൈനിങ് എനി അതർ ഇൻഫോർമേഷൻ necessary figures can be collected only from the original vouchers such as sales invoice or purchase invoice, etc. Thus, dependence on original voucher is inevitable. ഇവിടെ എന്താവശ്യമാണ്? ഒറിജിനൽ വൗച്ചറുകളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതായത് നമ്മൾ പ്രോഫിറ്റും ലോസും അതുപോലെ തന്നെ മറ്റ് ഇൻഫോർമേഷൻസും ഒക്കെ അറിയാൻ ആവശ്യമായ ഫിഗേഴ്സ് കളക്ട് ചെയ്യുന്നത് ഇവിടെയും ഏതിൽ നിന്ന് തന്നെയാണ്? ഒറിജിനൽ വൗച്ചറുകളായ സെയിൽസ് ഇൻവോയ്സ്, പർച്ചേസ് ഇൻവോയ്സ് ഇവയിൽ നിന്നൊക്കെയാണ്. അതുകൊണ്ട് ഈ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിലും നമ്മൾ എന്ത് ചെയ്യണം? ഒറിജിനൽ വൗച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യന്താവശ്യമായ കാര്യമാണ്. നെക്സ്റ്റ്, the profit or loss for the year cannot be ascertained under this system with a high degree of accuracy, as only an estimate of profit earned or loss incurred can be made. അപ്പം ഈ രീതിയിൽ ഈ സിസ്റ്റത്തിൽ അക്കൗണ്ട്സുകൾ തയ്യാറാക്കുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭം അല്ലെങ്കിൽ നഷ്ടം എന്ന് പറയുന്നത് ആക്യുറേറ്റ് ആയിരിക്കില്ല. അവയ്ക്ക് ആക്യുറസി കുറവായിരിക്കും. കാരണം അവിടെ ഒരു എസ്റ്റിമേഷൻ മാത്രമാണ് നമ്മൾക്ക് കിട്ടുന്നത്. ഓൺലി ആൻ എസ്റ്റിമേറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഏൺഡ് ക്യാൻ ബി മെയ്ഡ്. ഒരു അനുമാനം മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ആക്യുറേറ്റ് ആയിട്ടുള്ള ലാഭവും നഷ്ടവും നമുക്ക് ഇതിൽ നിന്ന് കണക്കാക്കി എടുക്കാൻ സാധിക്കത്തില്ല. അതുപോലെ ബാലൻസ് ഷീറ്റ് ആണെങ്കിലും ബാലൻസ് ഷീറ്റ് ഓൾസോ മേ നോട്ട് റിഫ്ലക്ട് ദ കംപ്ലീറ്റ് ആൻഡ് ട്രൂ പൊസിഷൻ ഓഫ് ദി അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. അസറ്റുകളുടെയും ലയബിലിറ്റികളുടെയും യഥാർത്ഥ പൊസിഷൻ നമുക്ക് ഈ ബാലൻസ് ഷീറ്റ് നോക്കിയെന്നാലും കിട്ടത്തില്ല. അപ്പം അതിൻ്റെ ഒരു ലിമിറ്റേഷനും കൂടിയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കീവേഡ്സ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കാം. ഇനി നെക്സ്റ്റ്, റീസൺ ഓഫ് ഇൻകംപ്ലീറ്റ്നെസ് ആൻഡ് ഇറ്റ്സ് ലിമിറ്റേഷൻസ്. ഈ ഇൻകംപ്ലീറ്റ്നെസ്സിൻ്റെ കാരണവും അതുപോലെ തന്നെ അതിൻ്റെ ലിമിറ്റേഷൻസ്, പരിമിതികളുമാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. പല വ്യാപാരികളും അപൂർണമായ കണക്കുകൾ തയ്യാറാക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. അതായത് ഈ റീസൺസ് ഓഫ് ഇൻകംപ്ലീറ്റ്നെസ് ആണ് ആദ്യം ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ 4. ഫസ്റ്റ്, ദിസ് സിസ്റ്റം ക്യാൻ ബി അഡോപ്റ്റഡ് ബൈ പീപ്പിൾ ഹു ഡു നോട്ട് ഹാവ് ദ പ്രോപ്പർ നോളജ് ഓഫ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് തത്വങ്ങളെക്കുറിച്ച് അറിവില്ലാത്ത ഏതൊരാൾക്കും ഈ രീതി അവലംബിക്കാവുന്നതാണ്. ഇത് ചെയ്യുന്നതിന് നമുക്ക് ഒത്തിരി അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൻ്റെ നോളജോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അത്തരത്തിലുള്ള നോളജ് ഇല്ലാത്തവർക്ക് പോലും ഈ സിസ്റ്റത്തെ ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. ഒന്നാമത്തെ കാരണം. നെക്സ്റ്റ്, ഇറ്റ് ഈസ് ആൻ ഇൻഎക്സ്പെൻസീവ് മോഡ് ഓഫ് മെയിൻറ്റെയിനിങ് റെക്കോർഡ്സ്.
ഇതെന്ന് പറയുന്നത് അക്കൗണ്ടിങ് റെക്കോർഡ്സുകൾ തയ്യാറാക്കുന്നതിന് വളരെ ചിലവ് കുറവാണ്, ഇൻഎക്സ്പെൻസീവ് മോഡാണ്. കാരണം എന്താ, കോസ്റ്റ് ഇൻവോൾവ്ഡ് ഈസ് ലോ ആസ് സ്പെഷ്യലൈസ്ഡ് അക്കൗണ്ടൻസ് ആർ നോട്ട് അപ്പോയിന്റഡ് ബൈ ദി ഓർഗനൈസേഷൻ. കാരണം ഇങ്ങനെ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സുകൾ തയ്യാറാക്കുന്നതിന് വൈദഗ്ധ്യമുള്ള അക്കൗണ്ടന്റിനെ ഒന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള അക്കൗണ്ടന്റ്മാരെ നമ്മൾ അപ്പോയിന്റ് ചെയ്യണമെങ്കിൽ അവർക്ക് ഹൈ സാലറി ഒക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് കോസ്റ്റ് കൂടും. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം ഈ മെത്തേഡിൽ ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇത് വളരെ ചിലവ് കുറവാണ് ഈ സിസ്റ്റത്തിൽ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത്. ഒരു ഇൻഎക്സ്പെൻസീവ് മോഡാണെന്ന് പറയാം. സ്പെഷ്യലൈസ്ഡ് അക്കൗണ്ടൻസിനെ അപ്പോയിന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. time consumed in maintaining records is less as only a few books are maintained. പിന്നെയോ ഈ സമ്പ്രദായത്തിൽ വളരെ കുറച്ച് അക്കൗണ്ടിങ് രേഖകൾ മാത്രം സൂക്ഷിക്കുന്നത് കൊണ്ട് ഒത്തിരി സമയവും ലാഭമുണ്ട്. ടൈം കൺസ്യൂംഡ് വളരെ കുറവാണ്. കാരണം വളരെ കുറച്ച് റെക്കോർഡ്സ് നമ്മൾ കീപ്പ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് അത് കാരണം അതും മറ്റൊരു കാരണമാണ്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് എ കൺവീനിയൻറ്റ് മോഡ് ഓഫ് മെയിൻറ്റെയിനിങ് റെക്കോർഡ്സ് ആസ് ദ ഓണർ മേ റെക്കോർഡ് only important transactions according to the need of the business. പിന്നെയോ ഉടമസ്ഥർക്ക് തങ്ങൾക്ക് ആവശ്യമായ പ്രധാനപ്പെട്ട ഇടപാടുകൾ മാത്രം രേഖപ്പെടുത്തുന്നതിനാൽ ഈ രീതി വളരെ സൗകര്യപ്രദമാണ്. ഓണറെ സംബന്ധിച്ച് ഒരു കൺവീനിയൻറ്റ് മോഡ് ഓഫ് മെയിൻറ്റെയിനിങ് റെക്കോർഡ്സ് ആണ്. വളരെ കൺവീനിയൻറ്റ് മീൻസ് സൗകര്യപ്രദമാണ് ഈ മെത്തേഡ് എന്ന് പറയുന്നത്. കാരണം എന്താ, അവരുടെ ആവശ്യമുള്ള ഇൻഫോർമേഷൻസ് മാത്രമേ അവരെന്ത് ചെയ്യുന്നുള്ളൂ, റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. ഓണർ മേ റെക്കോർഡ് only important transactions according to the need of the business. ബിസിനസ്സിൻ്റെ ആവശ്യാനുസരണം അവർക്ക് ആവശ്യമായ പ്രധാനപ്പെട്ട വിവരങ്ങൾ മാത്രം റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് അവരെ സംബന്ധിച്ച് ഇതൊരു കൺവീനിയൻറ്റ് മെത്തേഡാണ്. അപ്പം ഇത്രയുമാണ് റീസൺസ് ഓഫ് ഇൻകംപ്ലീറ്റ്നെസ് എന്ന ഹെഡിൽ വരുന്നത്. ഇനി എന്നിരുന്നാലും ഈ രീതിക്ക് പല പരിമിതികളും ഉണ്ട്, ലിമിറ്റേഷൻസും ഉണ്ട്. ശാസ്ത്രീയവും സാമ്പ്രദായികവുമായ ഒരു സമീപനമില്ലാത്തതിനാൽ പൂർണ്ണവും വിശ്വസനീയവുമായ ധനകാര്യ രേഖകൾ തയ്യാറാക്കാൻ ഈ രീതിയിൽ സാധിക്കില്ല. ഇനി നമുക്കിതിൻ്റെ ലിമിറ്റേഷൻസ് എന്താണെന്നും കൂടി നോക്കാം. The limitations of incomplete records are as follows. First, as double entry system is not followed, a trial balance cannot be prepared and accuracy of accounts cannot be ensured. ഡബിൾ എൻട്രി സിസ്റ്റം പിന്തുടരാത്തതിനാൽ ട്രയൽ ബാലൻസ് തയ്യാറാക്കാൻ സാധിക്കില്ല. തന്മൂലം കണക്കുകളുടെ ഗണിതപരമായ കൃത്യത ഉറപ്പാക്കാൻ കഴിയാതെ വരുന്നു. ഡബിൾ എൻട്രി സിസ്റ്റം ഇല്ലല്ലോ. ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു പോരായ്മ എന്ന് പറയുന്നത് ട്രയൽ ബാലൻസ് കനോട്ട് ബി പ്രിപ്പയർഡ് ആൻഡ് ആക്യുറസി ഓഫ് അക്കൗണ്ട്സ് കനോട്ട് ബി എൻഷുർഡ്. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അക്കൗണ്ടുകളുടെ ആക്യുറസിയും ഉറപ്പാക്കാനായിട്ട് സാധിക്കത്തില്ല. നെക്സ്റ്റ്, കറക്റ്റ് അസർട്ടൈൻമെന്റ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് ഫിനാൻഷ്യൽ റിസൾട്ട് ഓഫ് ബിസിനസ് ഓപ്പറേഷൻസ് കനോട്ട് ബി മെയ്ഡ്. വ്യാപാര പ്രവർത്തനങ്ങളുടെ സാമ്പത്തിക ഫലം കണ്ടുപിടിക്കാനും വിശകലനം ചെയ്യാനും ബുദ്ധിമുട്ടാണ്. കറക്റ്റ് അസസ്മെന്റ് നടത്താൻ. കറക്റ്റ് അസസ്മെന്റ് ഓഫ് എവാലുവേഷൻ ഓഫ് ഫിനാൻഷ്യൽ റിസൾട്ട് ഓഫ് ബിസിനസ് ഓപ്പറേഷൻ കനോട്ട് ബി മെയ്ഡ്. ഒരു എസ്റ്റിമേഷൻ മാത്രമേ ലഭിക്കുകയുള്ളൂ. കറക്റ്റായിട്ട് ഫിനാൻഷ്യൽ റിസൾട്ട് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, അത് എത്ര മാത്രമാണോ, അസറ്റ്സ് എന്ത് മാത്രമുണ്ട്, ലയബിലിറ്റി ഉണ്ട്, ഇതൊന്നും കറക്റ്റായിട്ട് അസർട്ടൈൻ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. Analysis of profitability, liquidity and solvency of the business cannot be done. This may cause a problem in raising funds from outsiders and planning future business activities. കൂടാതെ പ്രോഫിറ്റബിലിറ്റി, അതായത് ലാഭക്ഷമത, പിന്നെ എന്താ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, എളുപ്പം പണമായി മാറ്റാനുള്ള കഴിവ്. അതുപോലെ സോൾവൻസി അഥവാ ലേയത്വം എന്ന് വെച്ചാൽ കടം വീട്ടാനുള്ള കഴിവ് എന്നിവയൊന്നും വിശകലനം ചെയ്യാൻ ഈ സിസ്റ്റത്തിൽ സാധിക്കത്തില്ല. അതുകൊണ്ട് പുറമേ നിന്ന് ധനസമാഹരണം നടത്താനും ബിസിനസിന്റെ ഭാവി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമാണ് പ്രോഫിറ്റബിലിറ്റിയും ലിക്വിഡിറ്റിയും സോൾവൻസിയും ഒക്കെ അറിഞ്ഞാൽ മാത്രമാണ് ഔട്ട്സൈഡേഴ്സ് ഒക്കെ ഫണ്ട് നമുക്ക് തരത്തുള്ളൂ. അപ്പോൾ അതൊന്നും ഈ സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് അനാലിസിസ് ചെയ്യാൻ സാധിക്കത്തില്ല. അത് കാരണം നെക്സ്റ്റ്, the owners face great difficulty in filing an insurance claim with an insurance company in case of loss of inventory by fire or theft. മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്
തീപിടുത്തം, മോഷണം മുതലായവ മൂലമുണ്ടാകുന്ന ചരക്ക്, ആസ്തി എന്നിവയ്ക്കൊക്കെ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ അവയ്ക്കുണ്ടാകുന്ന നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാകും. പക്ഷെ ആ ഇൻഷുറൻസ് തുക ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് നേടിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അതിൻ്റെ ഒന്നും വില നമ്മുടെ കണക്കുകളിൽ കാണിച്ചിരിക്കുന്നത് കൃത്യതയോടെ ആയിരിക്കില്ല. അതുകൊണ്ട് അപ്പം ഗ്രേറ്റ് ഡിഫിക്കൽട്ടി ഇൻ ഫയലിംഗ് ആൻഡ് ഇൻഷുറൻസ് ക്ലെയിം മേടിച്ചെടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ട് നേരിടും. ഇങ്ങനെ നമുക്ക് നമ്മുടെ അസറ്റിനോ അല്ലെങ്കിൽ നമ്മുടെ ഗുഡ്സിനോ ഒക്കെ ഉണ്ടാകുന്ന നഷ്ടം, അതിൻ്റെ കോമ്പൻസേഷൻ വാങ്ങിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇറ്റ് ബിക്കംസ് ഡിഫിക്കൽട്ട് ടു കൺവിൻസ് ദ ഇൻകം ടാക്സ് അതോറിറ്റീസ് അബൌട്ട് ദ റിലയബിലിറ്റി ഓഫ് ദ കമ്പ്യൂട്ടഡ് ഇൻകം. മറ്റൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത ഇൻകത്തിൻ്റെ നമ്മൾ ടാക്സ് കൊടുക്കണമല്ലോ, അപ്പോൾ അതിൻ്റെ വിശ്വാസ്യതയെ സംബന്ധിച്ച് ഈ ഇൻകം ടാക്സ് അധികാരികളെ ബോധ്യപ്പെടുത്താനും ബുദ്ധിമുട്ടാണ്. കാരണം ഇൻകംപ്ലീറ്റ് ആണ്. അപ്പോൾ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു കൺവിൻസ്, ബോധ്യപ്പെടുത്താൻ ബുദ്ധിമുട്ടാണ് ആരെ? ഇൻകം ടാക്സ് അതോറിറ്റീസിനെ അബൌട്ട് ദി റിലയബിലിറ്റി ഓഫ് ദി കമ്പ്യൂട്ടഡ് ഇൻകം. നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത കാൽക്കുലേറ്റ് ചെയ്ത ഇൻകത്തിൻ്റെ വിശ്വസനീയത ഇൻകം ടാക്സ് അതോറിറ്റിയെ ബോധ്യപ്പെടുത്തുക എന്നതും ഈ സിസ്റ്റം ഫോളോ ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. ഇതൊക്കെയാണ് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ട് പറയുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.